ഹലോ വെൽക്കം ബാക്ക്. ഈ റിവെഞ്ച് താമസിപ്പിക്കും തോറും അതിൻ്റെ ആ ഒരു സുഖം അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ അത് താമസിപ്പിക്കാതെ തന്നെ മികച്ച രീതിയിൽ തീർത്തിരിക്കുകയാണ് പഞ്ചാബിനെതിരെ ആർ സി ബി. കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ സ്വന്തം ഹോമിൽ തോൽക്കേണ്ടി വന്ന ആർ സി ബി ഇന്ന് പഞ്ചാബിന്റെ ഹോമിൽ പോയി അവരുടെ മടയിൽ പോയി അവരെ തീർത്തിട്ടുണ്ട്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബിന് ബാറ്റിംഗ് തകർച്ച ഉണ്ടായിരുന്നു. പക്ഷേ പൃഥ്വിരാജ് സിംഗിന്റെയും പ്രിയാൻ ഷാരിയുടെയും കിടിലൻ സ്റ്റാർട്ടിംഗ് കണ്ടപ്പോൾ ഇതൊരു ഹൈ സ്കോറിംഗ് വെന്യൂ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 17 ബോൾ 33 റൺസാണ് പൃഥ്വിരാജ് സിംഗ് സ്കോർ ചെയ്തത്. അതോടൊപ്പം തന്നെ 15 ബോൾ 22 പ്രിയാൻ ഷാരിയ കിടിലൻ സ്റ്റാർട്ട് കിട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ആർ സി ബി ബോളേഴ്സ് മൊത്തത്തിൽ കൈയടക്കുന്ന ഒരു ലക്ഷണമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഗെയിമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടതാണ് അവരുടെ ഡെത്ത് ഓവർ സൈഡിലെ ബോളിംഗ്. ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ കിട്ടില്ലൻ സ്പെല്ലുകളായിരുന്നത്. അവസാനം 6 ഓവറുകളിലോ 7 ഓവറുകളിലോ മൊത്തത്തിൽ 2 സിക്സുകൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ശശാങ്കിനെയൊക്കെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. കിട്ടില്ലൻ യോർക്കേഴ്സാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്, അതും ഒരു രക്ഷയില്ലാത്തത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ആർ സി ബി ഇന്നത്തെ ഫീൽഡിംഗ് സൈഡിലെ പെർഫോമൻസ് അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം. ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവർ ഈ ഒരു മത്സരം ജയിക്കാൻ വേണ്ടി. കുറഞ്ഞത് ഒരു 10-20 റണ്ണ് അവർ ഫീൽഡിംഗ് സൈഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ബെനിഫിറ്റ് അവർക്ക് ചേസ് ചെയ്യാൻ നേരത്തെ ഉണ്ടായിട്ടുമുണ്ട്. എടുത്തു നോക്കുകയാണെങ്കിൽ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്ത് കിടിലായിട്ടാണ് അവർ സ്പെല്ലെറിഞ്ഞ് നോക്കുക. ഭുവനേശ്വർ കുമാർ 6.5 എക്കോണമി. അതിനകത്ത് യാഷ് ദയാൽ മാത്രമേ അല്പം എക്സ്പെൻസീവ് ആയി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഹേസൽവുഡ് 9.75. ഹേസൽവുഡ് ആദ്യം എക്സ്പെൻസീവ് ആയിട്ട് പിന്നീടാണ് ആള് കറക്റ്റ് യോർക്കേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഡെത്ത് ഓവറിൽ ആ ഒരു എക്കോണമി താഴ്ത്താൻ സഹായിച്ചത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കൃണാൽ പാണ്ഡ്യയുടെ ഓവേഴ്സ് ബ്രില്യൻ്റ് ആയിരുന്നു. കൃണാൽ പാണ്ഡ്യയുടെ 4th ഓവറിലാണ് 11 റൺസ് അദ്ദേഹം കൺസീഡ് ചെയ്യുന്നത്. അതിന് 3 ഓവർ 14 റൺസാണ് കൺസീഡ് ചെയ്യുന്നത്. സുയാഷ് ശർമ്മ അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. നല്ല പേസ്, അതോടൊപ്പം തന്നെ നല്ല വേരിയേഷൻസ്. ഒരു രക്ഷയില്ലാത്തൊരു ലെഗ് സ്പിന്നറാണ് സുയാഷ് ശർമ്മ എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ ആർ സി ബിക്ക് ഏർലി വിക്കറ്റായിട്ട് ഫിൽസാൾട്ടിന്റെ വിക്കറ്റ് അവിടെ പോകുന്നു. പിന്നീട് വന്ന ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ് കളിച്ചു. അന്യായം എന്ന് പറയാതെ വേറെ വഴിയില്ല. അത്ര മനോഹരമായിട്ടാണ് അവർ ആ ഒരു ഇന്നിങ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് വിരാട് കോഹ്ലിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസ് ചെയ്യേണ്ട സ്കോറിനെ എങ്ങനെ അത് ചേസ് ചെയ്യാമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരും. കാരണം ആ ഒരു സ്കോർ എങ്ങനെ ഏത് സമയത്ത് ബൗണ്ടറീസ് വേണമെന്ന് കറക്റ്റായിട്ട് അദ്ദേഹത്തിന് അറിയാം. കിട്ടിലിനായിട്ടാണ് ഈ ഒരു സ്കോർ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 54 ബോളിൽ 73 റൺസാണ് വിരാട് കോഹ്ലി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ദേവദത്ത് പടിക്കൽ 35 ബോളിൽ 61 റൺ. രജത് പട്ടിദാറിന് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ സാധിച്ചില്ല. 13 ബോളുകൾ കളിച്ചു. അതോടൊപ്പം തന്നെ ക്യാച്ച് വഴി ഔട്ടായിരുന്നു ചാലിൻ്റെ ബോളിൽ. പിന്നെ ജിതേഷ് ശർമ്മ 8 ബോൾ 11. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് ആർ സി ബി കളിച്ചുകൊണ്ടിരുന്നത്. പോയിന്റ് ടേബിൾ ആർ സി ബി 3ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. പഞ്ചാബിന് ഈ ഒരു തോൽവി വലിയ ആഘാതം ഏറ്റിട്ടില്ല എങ്കിലും അവർ 4ാം സ്ഥാനത്തുണ്ട്. 4ആണോ 5ആണോ നോക്കില്ല. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലൊരു ബോളിംഗ് യൂണിറ്റാണ് ആർ സി ബി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. ബൈ ബൈ ഗൈസ്.